ലഹരി സർവ്വയിടവും താണ്ഡവമാടുകയാണ്. കൊന്നും കൊല്ലിച്ചും ക്രൂരത കാട്ടിയും മയക്കുമരുന്ന് ഭീതിയായി പടരുമ്പോൾ അധികാരവർഗത്തിൻ്റെ ഇളമുറക്കാരും ആ മാർഗം തിരഞ്ഞെടുക്കുന്നത് അത്യന്തം അപകടകരം തന്നെ. കളമശ്ശേരി പോളിടെക്നിക്കിൽ നടന്ന റെയ്ഡും തുടർന്നുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കണ്ടെത്തലുകളും കേരളം എവിടെ വരെ എത്തിയെന്നത് അടിവരയിടുകയാണ്. കുറ്റകൃത്യങ്ങളുടെ വാർത്തകളിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം. കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ മെൻസ് ഹോസ്റ്റലിൽ നടന്ന കഞ്ചാവ് വേട്ടയിൽ SFI നേതാവ് ഉൾപ്പെടെ 3 വിദ്യാർത്ഥികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ ഉൾപ്പെട്ട 3 വിദ്യാർത്ഥികളെ കോളേജ് അധികൃതർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അഭിരാജ്, ആകാശ്, ആദിത്യൻ എന്നിവർക്കെതിരെയാണ് നടപടി. സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനിടെ റെയ്ഡിൽ പിടിയിലായ യൂണിയൻ ഭാരവാഹി അഭിരാജിനെ ന്യായീകരിച്ച് SFI രംഗത്തെത്തി. വിദ്യാർത്ഥിയെ കേസിൽ കുടുക്കിയതാണെന്നും കഞ്ചാവ് ഇടപാടുകൾക്ക് പിന്നിൽ KSU ആണെന്നുമാണ് SFIയുടെ വാദം. ഈ വാദം KSU തള്ളി. SFIയുടെ ഇരവാദം തള്ളി പോലീസും രംഗത്തെത്തി. ലഹരി മാഫിയ കലാലയങ്ങളെ ലഹരി ഇടപാടുകൾക്കായി ഉപയോഗിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവം. വിദ്യാർത്ഥികളെ തന്നെയാണ് കരിയർമാരാക്കി മാറ്റുന്നത്. ഇത്തരത്തിൽ ചെറിയ പൊതികളാക്കി കഞ്ചാവ് വിദ്യാർത്ഥികൾക്ക് തന്നെ വിതരണം ചെയ്യുകയാണ്. മാത്രമല്ല, വലിയ ആഘോഷങ്ങൾ പലതും നടക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിക്കാൻ പ്രത്യേക ഏജന്റുമാർ തന്നെയുണ്ട്. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം തന്നെ നടക്കേണ്ടതുണ്ട്. അഭിരാജ്, ആകാശ്, ആദിത്യൻ എന്നിവരാണ് കേസിൽ പിടിക്കപ്പെട്ടതെങ്കിലും കൂടുതൽ പേരുടെ പങ്കാളിത്തമാണ് വെളിവാകുന്നത്. കോളേജ് ആഭ്യന്തര അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാത്രി മുതൽ പുലർച്ചെ വരെ നീണ്ട റെയ്ഡിലാണ് 2 കിലോ കഞ്ചാവ് പിടികൂടിയത്. പോലീസ് എത്തുമ്പോൾ വിദ്യാർത്ഥികൾ കഞ്ചാവ് അളന്നു തൂക്കി ചെറിയ പാക്കറ്റുകളിലേക്ക് മാറ്റുകയായിരുന്നു. മാസങ്ങളോളമുള്ള നിരീക്ഷണത്തിന് ശേഷമാണ് പോലീസ് സംഘം പരിശോധനയ്ക്കെത്തിയത്. ഇതിന്റെ എല്ലാം ദൃശ്യങ്ങളും പോലീസ് പകർത്തിയിരുന്നു. കോളേജ് യൂണിയൻ ഭാരവാഹിയും SFI നേതാവുമായ അഭിരാജ് ഉൾപ്പെടെയായിരുന്നു പിടിയിലായത്. എന്നാൽ അഭിരാജിനെ ന്യായീകരിച്ച് SFI നേതൃത്വം രംഗത്തുമെത്തി. 2 കിലോയുടെ അടുത്ത് വരുന്ന കഞ്ചാവും അതുപോലെ തന്നെ മുകളത്തെ മുറിയിൽ നിന്ന് 10 ഗ്രാമിൽ താഴെ വരുന്ന കഞ്ചാവിൻ്റെ ഒരു ചെറിയ പാക്കും കിട്ടിയിട്ടുണ്ട്. ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് കിട്ടിയിട്ടുള്ള കഞ്ചാവ് ആകാശ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെയും അതുപോലെ തന്നെ ആദിൽ എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെയും മുറിയിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ആദിൽ ഇന്നലെ രാത്രി ഈ ക്യാമ്പസിനകത്ത് ഉണ്ടായിരുന്നു. ഇവിടെ റെയ്ഡ് നടന്ന സാഹചര്യത്തിനകത്ത് ആദിൽ ഈ ക്യാമ്പസിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ആദിൽ കഴിഞ്ഞ വർഷം ഈ ക്യാമ്പസിനകത്ത് നടന്ന യൂണിയൻ തെരഞ്ഞെടുപ്പിനകത്ത് KSUവിൻ്റെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് മത്സരിച്ചിട്ടുള്ള വിദ്യാർത്ഥിയാണ്. ഞങ്ങൾക്ക് ഓടിപ്പോകേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ കൂട്ടുകാരനൊപ്പം ഫുഡ് കഴിക്കാൻ പോയി. നീ എവിടെ പോയി? ഞാൻ ഫോട്ടോ ഇടാൻ പോയേക്കുമായിരുന്നു. അല്ല, ഞാൻ ഫോട്ടോ ഇടാൻ പോയേക്കുമായിരുന്നു. ഞാനും ഇതുപോലെ കേസിൽ നിന്നിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അവർ ആരോപണം ഉന്നയിക്കണതാണ്. വിദ്യാർത്ഥിയെ കേസിൽ കുടുക്കിയതെന്നും കഞ്ചാവ് ഇടപാടുകൾക്ക് പിന്നിൽ KSU എന്നും SFI ആരോപിച്ചു. SFIയുടെ ഇരവാദം തള്ളി പോലീസും രംഗത്തെത്തി. കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ട കേസിൽ പൂർവ്വ വിദ്യാർത്ഥികളാണ് ലഹരി എത്തിച്ചതെന്ന് ACP PV ബേബിയും നാർക്കോട്ടിക് സെൽ ACP അബ്ദുൽ സലാമും പറഞ്ഞു. ഹോസ്റ്റലിലുള്ളവരുടെ സഹായമില്ലാതെ പുറത്തുനിന്നുള്ളവർക്ക് അകത്ത് കയറാനാകില്ല. കേസിൽ ഉൾപ്പെട്ടവരുടെ പങ്ക് വ്യക്തമാണ്. സംയുക്ത പരിശോധനയിൽ 2 കേസുകളിലായി 3 പേരാണ് അറസ്റ്റിലായത്. ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികളെല്ലാം പൂർത്തിയാക്കിയിരുന്നു. വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാനാണ് കഞ്ചാവ് എത്തിച്ചതെന്നും ഇരുവരും പറഞ്ഞു. നമ്മൾ വളരെ കൃത്യമായി മുന്നൊരുക്കങ്ങൾ നടത്തി ഇന്റലിജൻസ് ഇൻഫർമേഷൻ കളക്ട് ചെയ്തതിന് ശേഷമാണ് അവിടെ കൃത്യമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് താമസിക്കുന്നവർക്ക് യാതൊരു തരത്തിലുള്ള അലോസരവും ഉണ്ടാക്കാതെ മേലധികാരികളുടെ പോളിടെക്നിക് മേലധികാരികളുടെ രേഖാമൂലമുള്ള അനുമതിയും വാങ്ങിയതിന് ശേഷമാണ് അവിടെ നമ്മൾ അന്വേഷണം നടത്തിയതും ഈ കേസുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ ഉപയോഗിക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനുമാണ്. അതുകൊണ്ടാണ് കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടിയതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. കോളേജിൽ പുറത്തു നിന്നുള്ളവർ വരുന്നതായി സംശയിക്കണമെന്നും ചെറിയ അളവിൽ ലഹരി പിടികൂടിയ സംഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ടെന്നും പ്രിൻസിപ്പൽ അജു തോമസും പറഞ്ഞു. കാലങ്ങളായി ഇത്തരത്തിൽ ലഹരി ഇടപാടുകൾ നടന്നിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന സൂചന.
ടെറസ് വഴി കയറിയാണ് പോലീസ് ഹോസ്റ്റലിലെത്തിയത്. വലിയ അളവിൽ കഞ്ചാവ് ഇവിടെ എത്തിച്ച് ചെറിയ പാക്കറ്റുകളിലേക്ക് മാറ്റി വിൽപ്പന നടത്തുന്നതിൽ ഇടപാടുകാരും വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു. പൂർവ്വ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ലഹരി ഇടപാടുകളുള്ള ചില പൂർവ്വ വിദ്യാർത്ഥികളാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് സംശയം. ഇത് സംബന്ധിച്ചും അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ക്യാമറമാൻ വിപിൻ ആലുവയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. ആലപ്പുഴയിലെ CPM നേതാക്കൾ ഉൾപ്പെട്ട ലഹരിക്കടത്തിന് പോലീസിന്റെ ഒത്താശ. MDMA-യുമായി SFI മുൻ ഏരിയ സെക്രട്ടറി പിടിയിലായ സംഭവത്തിൽ സ്റ്റേഷൻ ജാമ്യം നൽകിയത് CPM സമ്മർദ്ദത്തെ തുടർന്ന്. രാസ ലഹരിക്കടത്തിന്റെ കണ്ണുകളിൽ പാർട്ടിയിലെയും ബഹുജന സംഘടനയിലും പ്രമുഖരുമുണ്ട്. തുടരന്വേഷണം മരവിപ്പിച്ചതിന് പിന്നിൽ ആലപ്പുഴ ജില്ലയിലെ പ്രമുഖ CPM നേതാവിന്റെ ഇടപെടലുമുണ്ടായെന്നാണ് വിമർശനം. ഈ മാസം 2-നാണ് ആലപ്പുഴ സൗത്ത് പോലീസ് CPM ആലപ്പുഴ മുനിസിപ്പൽ സ്റ്റേഡിയം കിഴക്ക് ബ്രാഞ്ച് സെക്രട്ടറിയായ വിഘ്നേഷ് ജയരാജിനെ MDMA-യും MDMA വിറ്റുകിട്ടിയ പണവുമായി പിടികൂടിയത്. തൊണ്ടിമുതലിന്റെ അളവ് കുറവാണെന്ന ന്യായീകരണമാണ് വിഘ്നേഷിന് സ്റ്റേഷൻ ജാമ്യം നൽകാൻ കാരണമായി പോലീസ് പറയുന്നത്. എന്നാൽ MDMA വിൽപ്പന നടത്തിയെന്നും FIR-ൽ പറയുമ്പോൾ കൂടുതൽ അളവിൽ MDMA ഉണ്ടായിരുന്നതായും അത് മറ്റ് ഗുരുതരമായ വകുപ്പുകൾ ചുമത്താവുന്നതാണെന്നും പോലീസിനും ബോധ്യമുള്ളതാണ്. എന്നാൽ കേസിൽ സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ച പോലീസ് ഈ കേസിന്റെ കാര്യം രഹസ്യമായി സൂക്ഷിക്കുകയായിരുന്നു. ഇതിനെല്ലാം പിന്നിൽ CPM നേതാക്കളുടെ ഇടപെടലാണെന്നാണ് ആക്ഷേപമുയരുന്നത്. ആലപ്പുഴയിൽ നിന്നും മയക്കുമരുന്ന് കച്ചവടവും ഉപയോഗവും നടത്തുന്ന വിഘ്നേഷ് അറസ്റ്റിലായി എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ എത്രമാത്രം ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു CPM എന്നുള്ളത് വ്യക്തമാക്കുകയാണ്. വ്യാപനം ഏത് രൂപത്തിലാണ്, കച്ചവടം നടത്തുന്നത് ആരാണ്, ഏതെല്ലാം തരത്തിലാണ് ഇതിന്റെ പിന്നിലെ പ്രവർത്തകർ. അപ്പോൾ CPM ഭരണകക്ഷിക്ക് കൃത്യമായി ഈ കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട്. വിഘ്നേഷ് അടക്കമുള്ള CPM-ലെയും SFI, DYFI അടക്കമുള്ള ബഹുജന സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും രാസലഹരി എത്തിച്ചു നൽകുന്നതിൽ പാർട്ടിയിലെ ഉന്നതരുടെ ഇടപെടൽ ഉള്ളതായാണ് വിവരം. ഈ കേസ് അന്വേഷണത്തിൽ നിന്നും ആ പോലീസിനെ ഊച്ചുവലം കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ നാട്ടിൽ ഒരു ഹാൻഡ്സ് പാക്കറ്റുമായിട്ട് പിടിച്ചാൽ പോലും പത്രസമ്മേളനം നടത്താറുണ്ട് പോലീസ്. പക്ഷേ ഇത്രയും ഗുരുതരമായിട്ടുള്ള MDMA-യുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ഉണ്ടായിട്ട് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു പത്രക്കുറിപ്പ് നൽകാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. 2 ആഴ്ചക്കാലം പിന്നിടുകയാണ്. ഇതിന് ഉന്നതമായിട്ടുള്ള ബന്ധം CPM നേതൃത്വത്തിന്റെ ഈ കാര്യത്തിലുള്ള ബന്ധം പുറത്തു കൊണ്ടുവന്നേ മതിയാകൂ. അന്വേഷണം അവരിലേക്ക് എത്താതിരിക്കാനായി അന്വേഷണം നിലവിൽ മരവിപ്പിച്ച നിലയിലാണ്. ഇതിനായി ജില്ലയിലെ മുതിർന്ന CPM നേതാവ് തന്നെ ഇടപെട്ടതായാണ് വിവരം. മുമ്പ് നിരോധിത ലഹരി ഉൽപ്പന്നവുമായി CPM ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ വാഹനം പിടികൂടിയപ്പോൾ ഏരിയ കമ്മിറ്റി അംഗത്തെ ന്യായീകരിച്ചെത്തിയ വ്യക്തിയാണ് ഇപ്പോഴും ലഹരി കടത്തുകാർക്ക് രക്ഷകനായി എത്തിയതെന്നാണ് സൂചന. MLA-യുടെ മകന്റെ കഞ്ചാവ് കേസിൽ പണിമേടിച്ച എക്സൈസിന്റെ അനുഭവം മുന്നിൽ നിൽക്കുമ്പോൾ പോലീസിനും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുക മാത്രമാണ് ചെയ്യാനാവുക. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. നർക്കോട്ടിക് ജിഹാദ് ഉണ്ടെന്നതിന് തെളിവായി മയക്കുമരുന്ന് കേസുകളിൽ പിടിക്കപ്പെടുന്നവരുടെ കണക്കുകൾ. കോഴിക്കോട് 2 മാസത്തിനിടെ രാസലഹരി കേസുകളിൽ പിടിക്കപ്പെട്ടവരിൽ അധികവും തീവ്ര മതസംഘടനകളിൽ ഉൾപ്പെട്ടവർ. ലഹരി കേസുകൾക്ക് പിന്നിൽ മതഭീകരവാദ ശക്തികൾക്ക് ബന്ധമുണ്ടെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ വാക്കുകളെ ശരിവെക്കുന്നതാണ് ഈ കണക്കുകൾ. കഴിഞ്ഞ ദിവസം 87.17 ഗ്രാം കഞ്ചാവുമായി പിടിയിലായ മുഹമ്മദ് ഷമീം കെ മാർച്ച് 6-ന് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് നടത്തിയ കഞ്ചാവ് വേട്ടയിൽ അറസ്റ്റിലായത് ഫൈസൽ അൻസ, കൃഷ്ണകുമാർ, ഒഫദാർ തുടങ്ങിയവർ. കോഴിക്കോട് തുണിക്കട കേന്ദ്രീകരിച്ച് MDMA വിൽപ്പന നടത്തിയ റാഷിദ്, ജംഷീർ, സാവദ്. ഇങ്ങനെ കഴിഞ്ഞ 2 മാസത്തെ രാസലഹരി കേസുകളിൽ പിടിക്കപ്പെടുന്നവരുടെ കണക്കുകൾ പരിശോധിച്ചാൽ അതിൽ ബഹുഭൂരിപക്ഷവും തീവ്ര മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നതാണ് പുറത്തുവരുന്ന വിവരം. മറ്റു വിഭാഗത്തിലുള്ളവരും ഈ കൂട്ടത്തിലുണ്ട് എന്നതും വാസ്തവമാണ്. ഇവിടെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ വാക്കുകൾ ഏറെ പ്രസക്തമാകുന്നത്. ലഹരി കേസുകൾക്ക് പിന്നിൽ മത തീവ്രവാദ ശക്തികൾക്ക് ബന്ധമുണ്ടെന്നും പിടിക്കപ്പെടുന്നവരിൽ SDPI, DYFI പ്രവർത്തകരെ കാണുന്നുണ്ടെന്നുമാണ് K. സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന.
കേരളത്തിൽ നിങ്ങൾ ലഹരിയുമായി ബന്ധപ്പെട്ട അറസ്റ്റുകൾ നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങൾ അറിയില്ല. ഏത് പത്രം എടുത്ത് നോക്കിയാലും നിങ്ങൾ 2 സുഡാപ്പി 2 ഡിവൈഎഫ്, 4 ആളെ പിടിച്ചാൽ 2 സുഡാപ്പി 2 ഡിവൈഎഫ്. സർക്കാരിൻ്റെയും മതതീവ്രവാദ സംഘടനകളുടെയും ശക്തമായ പിന്തുണ ഇതിനുണ്ട്. ഇത് ആരാ ഇത് കടത്തുന്നത്? പോലീസ് ഒരു സംഭവം നടക്കുമ്പോൾ കുറേ ആളെ പിന്നാലെ ഓടും, അത് കഴിഞ്ഞാൽ പോലീസ് മറക്കും. ഇതുപോലത്തെ സംഭവങ്ങളെല്ലാം കേരളത്തിൽ നടക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു ശക്തമായ നിയമങ്ങളില്ല. ഇവിടെ നിയമങ്ങൾ ശക്തമായി നടപ്പാക്കുന്നില്ല. ഗവൺമെന്റ് പരാജയമാണ് ഇത് വർദ്ധിക്കാൻ കാരണം. കേരളത്തിൽ ലവ് ജിഹാദിന് പുറമെ നാർക്കോട്ടിക് ജിഹാദും ഉണ്ടെന്ന പ്രസ്താവനയുമായി പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാടിനെ പോലുള്ളവർ രംഗത്ത് വന്നപ്പോൾ മുഖ്യമന്ത്രി തന്നെ അങ്ങനെയല്ലെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. എന്നാൽ മാധ്യമങ്ങളിലെ വാർത്തകൾ പരിശോധിക്കുമ്പോൾ കണക്കുകളിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ടെന്നതാണ് വാസ്തവം. ലഹരി അത് ആരുപയോഗിച്ചാലും അത് തടയേണ്ടത് സമൂഹത്തിന്റെ കൂട്ടായ ഉത്തരവാദിത്വമാണ്. ജനം, കോഴിക്കോട്. കൊല്ലം ചവറയിൽ 17 ഗ്രാം MDMA-യുമായി ബോക്സിംഗ് പരിശീലകനായി യുവാവ് പിടിയിലായി. പന്മന വടതല സ്വദേശി ഗോകുലാണ് പിടിയിലായത്. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് പ്രതിയെ എക്സൈസ് സംഘം പിടികൂടിയത്. ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് പരിശോധന ശക്തമാക്കിയിരുന്നു. ലഹരി വസ്തുക്കളുടെ വ്യാപനം തടയുന്നതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനമൊട്ടൊക്കെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് എന്ന പേരിൽ ഒരു സ്പെഷ്യൽ ഡ്രൈവ് നടത്തി വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ വെളുപ്പിനെ കൊല്ലം എക്സൈസ് എൻഫോഴ്സ്മെൻറ്റ് ആൻഡ് ആൻറ്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് പാർട്ടി പന്മന വടുതല ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ വലിയ അളവിലുള്ള ഒരു MDMA സീഷറാണ് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 17 ഗ്രാമോളം MDMA ആണ് സൂക്ഷിച്ചിരിക്കുന്നത്. അത് വീര്യം കൂടിയ ഇനത്തിലുള്ള MDMA ആണെന്നാണ് പ്രതി നമുക്ക് മൊഴി നൽകിയിരിക്കുന്നത്. ഗ്രാമിന് 8,000 മുതൽ 10,000 രൂപ നിരക്കിലാണ് ഇയാൾ വിൽപ്പന നടത്തുന്നത്. വളരെയധികം ഗുരുതരമായ കോഴിക്കോട് MDMA കേസിൽ ടാൻസാനിയ സ്വദേശികളായ 2 പേർ പിടിയിലായി. ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളായ ഡേവിഡ് NT, അറ്റ്ക ഹർണ എന്നിവരാണ് പിടിയിലായത്. ഹരിയാനയിൽ വെച്ചാണ് ഇവരെ കുന്നമംഗലം പോലീസ് പിടികൂടിയത്. പ്രതികളുടെ അക്കൗണ്ടിൽ ചുരുങ്ങിയ കാലം കൊണ്ട് നടന്നത് കോടികളുടെ ഇടപാടുകളാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 227 ഗ്രാം MDMA പിടികൂടിയ കേസ്. സംഭവത്തിൽ മയക്കുമരുന്നിന്റെ ഉറവിടം തേടി മെഡിക്കൽ കോളേജ് ACPയുടെ നേതൃത്വത്തിൽ കുന്നമംഗലം SHO കിരണും സംഘവും മുന്നിട്ടിറങ്ങി. അന്വേഷണത്തിൽ മൈസൂരുവിൽ നിന്ന് മുഹമ്മദ് അജ്മൽ പിടിയിലായി. അജ്മലിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പഞ്ചാബിൽ വെച്ച് ടാൻസാനിയ പൗരന്മാർ അറസ്റ്റിലാകുന്നത്. 22 വയസ്സുള്ള ഡേവിഡ് NT, 21 വയസ്സുള്ള അറ്റക ഹർണ എന്നിവരാണ് അറസ്റ്റിലായത്. പഞ്ചാബിലെ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയിലെ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയാണ് ഡേവിഡ് NT. BBA വിദ്യാർത്ഥിയാണ് അറ്റക ഹരുണ. പ്രതികളുടെ ബാങ്ക് അക്കൗണ്ട് വഴി നടന്നത് കോടികളുടെ ട്രാൻസാക്ഷനാണ്. മയക്കുമരുന്ന് വിൽപ്പന നടത്തി കോടികളാണ് ചുരുങ്ങിയ കാലം കൊണ്ട് പ്രതികൾ സമ്പാദിച്ചത്. ഇതിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ച് ആഡംബര ജീവിതമാണ് ഇരുവരും നയിച്ചത്. നമ്മുടെ ഈ അറസ്റ്റിലായ 2 വ്യക്തികളുടെ അവരുടെ അക്കൗണ്ടുകൾ പരിശോധിച്ച സമയത്ത് ഈ ഡേവിഡ് NTയുടെ അക്കൗണ്ടുകളിൽ നിന്ന് പല അക്കൗണ്ടുകളാണ് അയാൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 1 കോടി രൂപയോളം വരുന്ന ട്രാൻസാക്ഷനുകൾ നടന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ എത്തുന്ന പൈസയൊക്കെ പെട്ടെന്ന് തന്നെ വിഡ്രോ ചെയ്തിട്ടുള്ളതാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ അറ്റ്ക ഹരുണ ആ ലേഡിയുടെ അക്കൗണ്ടുകളിൽ ഏകദേശം ഒരു 30 ലക്ഷം രൂപയോളം വരുന്ന ട്രാൻസാക്ഷൻസും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ടീം അവിടെ നിന്ന് ഇവരുടെ 2 ലാപ്ടോപ്പും അതുപോലെ 3 മൊബൈൽ ഫോണുകളും സീസ് ചെയ്തിട്ടുണ്ട്. അത് കൂടുതൽ ശാസ്ത്രീയ പരിശോധന നടത്തേണ്ട ആവശ്യകത കൂടിയുണ്ട്. പ്രതികളെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ മയക്കുമരുന്ന് സംഘങ്ങളിലേക്ക് കൂടി എത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ജനം, കോഴിക്കോട്. കണ്ണൂർ പയ്യന്നൂർ കോളേജിൽ ഹോളി ആഘോഷത്തിനിടെ സംഘർഷം. സീനിയർ ജൂനിയർ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടി. വാരിയലിന് പരിക്കേറ്റ 1ാം വർഷ വിദ്യാർത്ഥി അർജുനെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, എപ്പോഴായിരുന്നു സംഭവം? മറ്റ് വിശദാംശങ്ങൾ കൂടി. KP, ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. ഹോളി ആഘോഷത്തിനിടെ കണ്ണൂർ പയ്യന്നൂർ കോളേജിൽ സംഘർഷം ഉണ്ടാവുകയായിരുന്നു. ജൂനിയർ സീനിയർ വിദ്യാർത്ഥികൾ തമ്മിലായിരുന്നു ഈ ഒരു സംഘർഷം. ഇതിലാണ് 1ാം വർഷ ഹിന്ദി വിദ്യാർത്ഥിയായ അർജുന് പരിക്കേറ്റത്.
വാരിയലിന് പരിക്കേറ്റ അർജുൻ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഹോളി ആഘോഷിക്കുന്നതിനിടെയുണ്ടായ ചെറിയ ചില ഉന്തും തള്ളലും അത് വലിയൊരു കയ്യാങ്കളിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കയ്യാങ്കളിക്കിടയിലാണ് അർജുന് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. വാരിയലിനാണ് അർജുന് പരിക്കേറ്റിട്ടുള്ളത്. ഇപ്പോൾ ഇയാൾ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. KP. ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്. മോഷ്ടിച്ച ബൈക്കുമായി കുപ്രസിദ്ധ മോഷ്ടാവ് വടിവാൾ വിനീത് പിടിയിലായി. അമരപ്പുഴ പോലീസാണ് പിടികൂടിയത്. വിനീതിനൊപ്പമുണ്ടായിരുന്ന നിരവധി കേസുകളിലെ പ്രതി കൊല്ലം സ്വദേശി ബാബുവും അറസ്റ്റിലായി. വടക്കാഞ്ചേരിയിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കുമായി വരുമ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ വെച്ചാണ് ഇരുവരും പിടിയിലാകുന്നത്. ബുധനാഴ്ച രാവിലെ 9:30 തോട്ടുകര CM LP സ്കൂളിനടുത്തുള്ള അരുണിന്റെ വീടിന് സമീപമായിരുന്നു സംഭവം. ഇവിടെയുള്ള സ്വകാര്യ വ്യക്തിയുടെ കുളം മത്സ്യവില്പനക്കാരനായ ഒരാൾ പണം നൽകി ഏറ്റെടുത്തിരുന്നു. കുളത്തിലെ മീൻ പിടിക്കുന്നതിനായി വറ്റിച്ച വെള്ളം അരുണിന്റെ വീടിന് സമീപത്തേക്ക് ഒഴുക്കിവിട്ടത് ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിന് കാരണം. തുടർന്ന് മത്സ്യവില്പനക്കാരൻ ഫോൺ ചെയ്തതോടെ 12 പേരോളം അടങ്ങുന്ന സംഘം ആയുധങ്ങളുമായി എത്തി അരുണിനെ ആക്രമിക്കുകയായിരുന്നു. മുൻവൈരാഗ്യമൊന്നുമില്ല, പക്ഷേ അവർ എന്നെ അടിക്കുന്ന കൂട്ടത്തിൽ അവർ പറയുന്നുണ്ടായിരുന്നു, നിന്നെ ഞങ്ങൾ നേരത്തെ സ്കെച്ച് ചെയ്ത് വെച്ചിരുന്നതാണ്, നിന്നെ ഇപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, നിന്നെ ഞങ്ങൾ തീർത്ത് കളയും. കാരണം വെട്ടുകത്തി വെച്ചിട്ടൊക്കെയാണ് അവർ ഉപദ്രവിച്ചത്. അവർ സത്യം പറഞ്ഞാൽ അവർ ട്രെയിൻഡായിട്ടുള്ള ഒരു തീവ്രവാദ സംഘടനയിൽ തന്നെ പെട്ടവരാണ് തോന്നുന്നത്. കാരണം അതേപോലെയാണ് അവർ ഉപദ്രവിക്കുന്നത്. ബഹളം കേട്ട് വീടിനകത്ത് നിന്നാണ് അരുണിന്റെ അച്ഛൻ രാഘവൻ ഓടിയെത്തിയത്. പ്രായം പോലും കണക്കാക്കാതെയാണ് രാഘവനെയും സംഘം ആക്രമിച്ചത്. എന്നെ പുറകിൽ കൂടെ വന്നിട്ട് ഇരുമ്പ് കമ്പി വെച്ച് ആദ്യം തലക്കടിച്ചു. തലക്കടി കൊണ്ടിട്ട് ഞാൻ താഴെ വീണ സമയത്ത് പെട്ടെന്ന് പുറകിൽ നിന്ന് ഒരാൾ വന്നിട്ട് എൻ്റെ കഴുത്ത് ഇവിടെ നിന്ന് പിടിച്ച് നേരെ ബാക്കിലേക്ക് ലോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ആ താഴെ വീണ് കിടന്ന് എന്നെ ഉപദ്രവിച്ചത്. അപ്പോൾ ഇത് കണ്ട് അച്ഛൻ ഓടിയെത്തിയപ്പോഴത്തേന് അച്ഛനെ ഇത് 3 പേര് ചേർന്ന് പൊക്കി എടുത്ത് താഴെ അടിക്കുകയാണ് ചെയ്തത്. അടിച്ചു വന്നിട്ട് ആള് താഴെ വീണു. 75 വയസ്സുണ്ട് അച്ഛന്. വിവരമറിഞ്ഞ് നാട്ടുകാർ എത്തിയതോടെ അക്രമി സംഘം വാഹനങ്ങളിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇതിനിടെ 2 പേരെ നാട്ടുകാർ തടഞ്ഞു വെക്കുകയായിരുന്നു. എന്നാൽ സ്ഥലത്തെത്തിയ കുറുത്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ ASI ഇവരെ രക്ഷപ്പെടുത്തിയെന്നും അരുൺ പറയുന്നു. പ്രതികൾ കൊണ്ടുവന്ന വെട്ടുകത്തി അടക്കമുള്ള ആയുധങ്ങൾ നാട്ടുകാർ കാണിച്ചു കൊടുത്തെങ്കിലും പിടിച്ചെടുക്കാൻ പോലീസ് തയ്യാറായില്ല. 2 പോലീസുകാർ വന്നു. അതിൽ ഹാരിസ് എന്ന് പറഞ്ഞ ഒരു ASI ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രതികളെ നമ്മൾ പിടിച്ച് തടഞ്ഞവിടെ വെച്ചേക്കുന്ന കാര്യം അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പ്രതികളെ ഒന്നും അറസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഞങ്ങൾക്കില്ല, അതുകൊണ്ട് നിങ്ങളവരെ വിടണം. ഈ പ്രതികളായിട്ടുള്ള 2 വ്യക്തികളെ ഈ ASI ഹാരിസ് വേറൊരു പുരടത്തിൽ കൂടെ കയറ്റി വേറൊരു റോഡിൽ കൂടെ കയറ്റി അവരെ രക്ഷപ്പെടുത്തി വിടുകയും ചെയ്തു. ആക്രമണത്തിൽ അരുണിന്റെ 2 കൈവിരലുകൾ ഒടിഞ്ഞു. കഴുത്തിനും പരിക്കേറ്റു. രാഘവന് തോളിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. കായംകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സകൾക്ക് ശേഷം ഇരുവരെയും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുറത്തിക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജനം, ആലപ്പുഴ. മോഷ്ടിച്ച ബൈക്കുമായി കുപ്രസിദ്ധ മോഷ്ടാവ് വടിവാൾ വിനീത് പിടിയിലായി. അമരപ്പുഴ പോലീസാണ് പിടികൂടിയത്. വിനീതിനൊപ്പം ഉണ്ടായിരുന്ന നിരവധി കേസുകളിലെ പ്രതി കൊല്ലം സ്വദേശി ബാബുവും അറസ്റ്റിലായി. വടക്കാഞ്ചേരിയിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കുമായി വരുമ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ വെച്ചാണ് ഇരുവരും പിടിയിലായത്. ആലപ്പുഴ എടത്വ സ്വദേശിയായ വടിവാൾ വിനീത് നിരവധി വാഹനമോഷണ കേസുകളിലും പിടിച്ചുപറി ഭവനഭേദന കേസുകളിലും പ്രതിയാണ്. വടക്കാഞ്ചേരിയിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കുമായി ആലപ്പുഴ ഭാഗത്തേക്ക് ഇയാൾ വരുന്നുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് ജാഗ്രതയിലായിരുന്നു. വണ്ടാനം മെഡിക്കൽ കോളേജിന് മുന്നിൽ വെച്ചാണ് വടിവാൾ വിനീത് പോലീസിന്റെ പിടിയിലായത്. നിരവധി കേസുകളിൽ പ്രതിയായ കൊല്ലം സ്വദേശി ബാബുവും വിനീതിനൊപ്പം പിടിയിലായി. നിലവിൽ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ വടിവാൾ വിനീതിനെതിരെ കേസില്ല. കേസെടുത്ത ശേഷം പ്രതിയെ ആലപ്പുഴ സൗത്ത് പോലീസിന് കൈമാറും. കഴിഞ്ഞയാഴ്ച ചിങ്ങവനത്ത് നിന്ന് മോഷ്ടിച്ച ബൈക്കുമായി ആലപ്പുഴയിലേക്ക് വന്ന വിനീതിനെ പോലീസ് പിന്തുടർന്നെങ്കിലും ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ ബൈക്ക് ഉപേക്ഷിച്ച് ഇയാൾ രക്ഷപ്പെട്ടു. അന്ന് വിനീതിനൊപ്പം ഉണ്ടായിരുന്ന പുന്നപ്ര സ്വദേശി ശ്യാമിനെ പോലീസ് പിടികൂടിയിരുന്നു. മോഷ്ടിച്ച വാഹനങ്ങളിൽ കറങ്ങി നടന്ന് വടിവാൾ കാണിച്ച് ആളുകളെ ഭീഷണിപ്പെടുത്തി പണവും സ്വർണവും പിടിച്ചുപറിക്കുകയാണ് ഇയാളുടെ രീതി. ഒരു സ്ഥലത്ത് നിന്ന് മോഷ്ടിക്കുന്ന വാഹനം അടുത്ത സ്ഥലത്ത് ഉപേക്ഷിച്ച് അവിടെ നിന്ന് മറ്റൊരു വാഹനം മോഷ്ടിച്ച് കടക്കുകയാണ് പതിവ്. വർഷങ്ങൾക്ക് മുൻപ് തിരുവല്ലയിലും സമീപ പ്രദേശങ്ങളിലും മോഷ്ടിച്ച വാഹനത്തിലെത്തി പ്രഭാത സവാരിക്കാരെയും ക്ഷേത്ര ദർശനത്തിന് പോകുന്നവരെയും ഭീഷണിപ്പെടുത്തി കവർച്ച നടത്തിയിരുന്നു.
ഈ കേസിൽ വടിവാൾ വിനീതിനെ മോഷ്ടിച്ച വാഹനത്തിൽ രക്ഷപ്പെടുമ്പോൾ കൊല്ലത്ത് വെച്ച് പോലീസ് പിടികൂടിയിരുന്നു. ജനം, ആലപ്പുഴ. കുറ്റകൃത്യങ്ങളുടെ വാർത്തകളുമായി നാളെ വീണ്ടും കാണാം. കാക്കി സൈനിങ് ഓഫ് KP.